ഒരു കാലത്ത് സേവന മേഖലയിലും വിനോദസഞ്ചാരത്തിലും പ്രവാസി വരുമാനത്തിലുമായിരുന്നു കേരളത്തിന്റെ സാമ്പത്തിക വളർച്ച പ്രധാനമായും അധിഷ്ഠിതമായിരുന്നത്. എന്നാൽ ഇപ്പോൾ സമുദ്രാധിഷ്ഠിത സമ്പദ്വ്യവസ്ഥയെ വികസനത്തിന്റെ പുതിയ എഞ്ചിനാക്കി മാറ്റാനുള്ള ശ്രമങ്ങളിലൂടെ കേരളം ആഗോള നിക്ഷേപകരുടെ ശ്രദ്ധ പിടിച്ചുപറ്റുകയാണ്. തുറമുഖങ്ങൾ, കപ്പൽ നിർമ്മാണം, ലോജിസ്റ്റിക്സ്, സമുദ്ര സേവനങ്ങൾ, മത്സ്യബന്ധന അനുബന്ധ വ്യവസായങ്ങൾ, ക്രൂയിസ് ടൂറിസം തുടങ്ങിയ മേഖലകളെ കേന്ദ്രീകരിച്ചുള്ള പദ്ധതികൾക്ക് സർക്കാർ നൽകുന്ന മുൻഗണനയുടെ ഫലമായി ലോകത്തിലെ പ്രമുഖ വ്യവസായ ഗ്രൂപ്പുകൾ കേരളത്തിലേക്ക് നിക്ഷേപവുമായി എത്തിത്തുടങ്ങിയിരിക്കുകയാണ്. അദാനി ഗ്രൂപ്പ് വികസിപ്പിച്ച വിഴിഞ്ഞം അന്താരാഷ്ട്ര ആഴക്കടൽ ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖം ഇതിനോടകം തന്നെ ഇന്ത്യയുടെ സമുദ്ര വ്യാപാര ഭൂപടത്തിൽ കേരളത്തിന് പുതിയ സ്ഥാനം നേടിക്കൊടുത്തിട്ടുണ്ട്. അന്താരാഷ്ട്ര കപ്പൽ ഗതാഗത മേഖലയിലെ പ്രധാന കേന്ദ്രമായി വളർന്നുകൊണ്ടിരിക്കുന്ന വിഴിഞ്ഞം തുറമുഖം ഓരോ ദിവസവും പുതിയ നേട്ടങ്ങൾ കൈവരിക്കുകയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടെയ്നർ കപ്പലുകൾ വരെ സ്വീകരിക്കാൻ കഴിയുന്ന ഈ തുറമുഖം നിരവധി ആഗോള ഷിപ്പിംഗ് കമ്പനികളുടെ ശ്രദ്ധ ആകർഷിച്ചിട്ടുണ്ട്. ഈ സാഹചര്യത്തിലാണ് കേരളത്തിന്റെ സമുദ്ര കപ്പൽ നിർമ്മാണ മേഖലയിലേക്ക് വൻ നിക്ഷേപം പ്രഖ്യാപിച്ച് ടാറ്റ ഗ്രൂപ്പും രംഗത്തെത്തിയിരിക്കുന്നത്. രാജ്യത്തെ രണ്ട് പ്രമുഖ വ്യവസായ ഗ്രൂപ്പുകളായ അദാനിയും ടാറ്റയും കേരളത്തിന്റെ തീരപ്രദേശങ്ങളിൽ വലിയ പദ്ധതികളുമായി എത്തുന്നത് സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സാധ്യതകളെ പുതിയ തലത്തിലേക്ക് ഉയർത്തുമെന്നാണ് വിലയിരുത്തൽ. കേരളത്തിൽ ലോകോത്തര നിലവാരമുള്ള കപ്പൽ നിർമ്മാണ അറ്റകുറ്റപ്പണി കേന്ദ്രം സ്ഥാപിക്കാനാണ് ടാറ്റ ഗ്രൂപ്പ് ലക്ഷ്യമിടുന്നത്. ഏകദേശം 10,000 കോടി രൂപ, അതായത് $1 ബില്യൺ നിക്ഷേപം ഈ പദ്ധതിക്കായി വിനിയോഗിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. കൊച്ചി, വിഴിഞ്ഞം തുറമുഖങ്ങൾ കേന്ദ്രീകരിച്ച് കപ്പൽ നിർമ്മാണം, കപ്പൽ അറ്റകുറ്റപ്പണി, ഓഫ്ഷോർ പ്ലാറ്റ്ഫോം നിർമ്മാണം, സമുദ്ര എഞ്ചിനീയറിംഗ് സേവനങ്ങൾ, ലോജിസ്റ്റിക്സ് പിന്തുണ, തുറമുഖ അനുബന്ധ വ്യവസായങ്ങൾ എന്നിവ വികസിപ്പിക്കുന്നതിനാണ് പദ്ധതി വിഭാവനം ചെയ്യുന്നത്. ഇന്ത്യയുടെ സമുദ്ര വ്യവസായ ശേഷി വർദ്ധിക്കുന്നതോടൊപ്പം വിദേശ കപ്പൽശാലകളെ ആശ്രയിക്കുന്നത് കുറയ്ക്കുകയെന്ന ദേശീയ ലക്ഷ്യത്തിനും ഈ നിക്ഷേപം കരുത്തേകും. പ്രതിരോധ ആവശ്യങ്ങൾക്കായുള്ള കപ്പലുകൾ, ചരക്ക് കപ്പലുകൾ, പ്രത്യേക സമുദ്ര ഉപകരണങ്ങൾ എന്നിവയുടെ നിർമ്മാണത്തിനും ഈ പദ്ധതി ഭാവിയിൽ വഴിയൊരുക്കുമെന്നാണ് വിലയിരുത്തുന്നത്. ടാറ്റയും അദാനിയും കേരളത്തിന്റെ തീരപ്രദേശങ്ങൾ വികസനത്തിനായി തെരഞ്ഞെടുത്തത് യാദൃശ്ചികമല്ല. ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ അന്താരാഷ്ട്ര കപ്പൽ ഗതാഗത പാതകൾക്ക് സമീപമുള്ള ഇന്ത്യയിലെ ഏറ്റവും തന്ത്രപ്രധാനമായ തീരപ്രദേശങ്ങളിൽ ഒന്നാണ് കേരളം. മധ്യപൂർവ്വദേശം, യൂറോപ്പ്, ആഫ്രിക്ക, തെക്കുകിഴക്കൻ ഏഷ്യ എന്നിവയെ ബന്ധിപ്പിക്കുന്ന പ്രധാന സമുദ്ര വ്യാപാര പാതകളോട് വളരെ അടുത്താണ് കേരള തീരം സ്ഥിതി ചെയ്യുന്നത്. അതിനാൽ തന്നെ അന്താരാഷ്ട്ര ചരക്ക് കപ്പലുകൾക്ക് അധിക ദൂരം സഞ്ചരിക്കാതെ കേരളത്തിലെ തുറമുഖങ്ങളിൽ എത്തിച്ചേരാൻ കഴിയും. അദാനി ഗ്രൂപ്പ് വികസിപ്പിച്ച വിഴിഞ്ഞം അന്താരാഷ്ട്ര ആഴക്കടൽ ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖവും ചരിത്രപ്രസിദ്ധമായ കൊച്ചിൻ തുറമുഖവും കേരളത്തിന് ഈ മേഖലയിൽ വലിയ മത്സരാധികാരമാണ് നൽകുന്നത്. ആഴമേറിയ സ്വാഭാവിക തുറമുഖം, വർഷം മുഴുവൻ പ്രവർത്തന സൗകര്യം, വലിയ കണ്ടെയ്നർ കപ്പലുകൾക്ക് പ്രവേശിക്കാനാവുന്ന സൗകര്യം, മികച്ച റോഡ് റെയിൽ ബന്ധം എന്നിവ വിഴിഞ്ഞത്തെ ആഗോളതലത്തിൽ ശ്രദ്ധേയമാക്കുന്നു. അതേസമയം കൊച്ചി തുറമുഖം ചരക്കുനീക്കം, അറ്റകുറ്റപ്പണി, ക്രൂയിസ് ടൂറിസം, നാവികസേനാ പ്രവർത്തനങ്ങൾ എന്നിവയുടെ പ്രധാന കേന്ദ്രമായി തുടരുകയാണ്. കേരളത്തിൽ ഇതിനോടകം തന്നെ രാജ്യത്തെ പ്രമുഖ പൊതുമേഖലാ കപ്പൽ നിർമ്മാണ സ്ഥാപനമായ കൊച്ചിൻ ഷിപ്പ്യാർഡ് പ്രവർത്തിക്കുന്നുണ്ട്. ആഭ്യന്തര അന്താരാഷ്ട്ര കപ്പൽ നിർമ്മാണത്തിലും അറ്റകുറ്റപ്പണികളിലും ദീർഘകാല പരിചയമുള്ള ഈ സ്ഥാപനം കേരളത്തിന് വലിയ സാങ്കേതിക അടിത്തറ ഒരുക്കിയിട്ടുണ്ട്. എന്നാൽ വിഴിഞ്ഞം തുറമുഖത്തിന്റെ വളർച്ചയും സ്വകാര്യ മേഖലയിലെ വൻ നിക്ഷേപങ്ങളും എത്തുന്നതോടെ സംസ്ഥാനത്തിന്റെ കപ്പൽ നിർമ്മാണ ശേഷി കൂടുതൽ വിപുലമാകാനാണ് സാധ്യത. പുതിയ സ്വകാര്യ കപ്പൽശാലകൾ വരുന്നതോടെ ഉൽപാദനശേഷിയും സാങ്കേതിക നവീകരണവും അന്താരാഷ്ട്ര മത്സരശേഷിയും ഗണ്യമായി വർദ്ധിക്കും. കേരളത്തിന്റെ സമുദ്ര വിഭവങ്ങളെ സമ്പദ്വ്യവസ്ഥയുടെ പ്രധാന വളർച്ചാ മേഖലയാക്കി മാറ്റാനാണ് സംസ്ഥാന സർക്കാർ ലക്ഷ്യമിടുന്നത്. തുറമുഖങ്ങളെ കേന്ദ്രീകരിച്ചുള്ള വ്യവസായ വികസനം, സമുദ്രാധിഷ്ഠിത വ്യവസായങ്ങൾ, മത്സ്യ സംസ്കരണം, കയറ്റുമതി, ലോജിസ്റ്റിക്സ്, ക്രൂയിസ് ടൂറിസം, തീരദേശ അടിസ്ഥാന സൗകര്യ വികസനം എന്നിവയ്ക്ക് സർക്കാർ പ്രത്യേക പ്രാധാന്യം നൽകുന്നുണ്ട്. സംസ്ഥാന ബജറ്റിൽ പ്രഖ്യാപിച്ച കേരള സമുദ്ര മിഷൻ 2026 ഈ ദീർഘകാല വികസന കാഴ്ചപ്പാടിന്റെ ഭാഗമാണ്. സമുദ്ര വിഭവങ്ങളുടെ സുസ്ഥിര വിനിയോഗം ഉറപ്പാക്കിക്കൊണ്ട് ബ്ലൂ ഇക്കോണമി അധിഷ്ഠിത വളർച്ച കൈവരിക്കുകയാണ് ലക്ഷ്യം. വലിയ വ്യവസായ പദ്ധതികൾക്ക് ആവശ്യമായ ഭൂമി ലഭ്യമാക്കുക, നിക്ഷേപ അനുമതികൾ വേഗത്തിലാക്കുക, അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുക, സ്വകാര്യ നിക്ഷേപകർക്ക് അനുകൂലമായ നയങ്ങൾ നടപ്പാക്കുക തുടങ്ങിയ നടപടികൾ ഇതിനോടകം സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതിലൂടെ കേരളം വ്യവസായ സൗഹൃദ സംസ്ഥാനമല്ലെന്ന പഴയ വിമർശനങ്ങൾക്ക് മറുപടി നൽകാൻ സർക്കാരിന് സാധിക്കുമെന്നാണ് വിലയിരുത്തൽ. ഈ നിക്ഷേപങ്ങൾ യാഥാർത്ഥ്യമായാൽ കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയിൽ ബഹുമുഖമായ മാറ്റങ്ങൾ ഉണ്ടാകും. തീരദേശ ജില്ലകളിൽ പുതിയ വ്യവസായ ക്ലസ്റ്ററുകൾ രൂപപ്പെടുകയും അനുബന്ധ ചെറുകിട ഇടത്തരം വ്യവസായങ്ങൾ വളരുകയും ചെയ്യും. കപ്പൽ നിർമ്മാണം, കപ്പൽ അറ്റകുറ്റപ്പണി, തുറമുഖ സേവനങ്ങൾ, കണ്ടെയ്നർ ലോജിസ്റ്റിക്സ്, സമുദ്ര എഞ്ചിനീയറിംഗ്, ഓഫ്ഷോർ സേവനങ്ങൾ, സമുദ്ര സാങ്കേതിക വിദ്യ തുടങ്ങിയ മേഖലകളിൽ ആയിരക്കണക്കിന് നേരിട്ടും പരോക്ഷമായും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടും. എഞ്ചിനീയർമാർ, വെൽഡർമാർ, മെക്കാനിക്കുകൾ, സമുദ്ര സാങ്കേതിക വിദഗ്ധർ, ലോജിസ്റ്റിക്സ് വിദഗ്ധർ, IT പ്രൊഫഷണലുകൾ, മാനേജ്മെന്റ് മേഖലയിലെ വിദഗ്ധർ തുടങ്ങിയ വിവിധ മേഖലകളിൽ ഉയർന്ന നിലവാരത്തിലുള്ള തൊഴിൽ സാധ്യതകൾ വർദ്ധിക്കും. ഇതോടെ സംസ്ഥാനത്തിന് പുറത്തേക്ക് തൊഴിൽ തേടി പോകുന്ന യുവാക്കളുടെ എണ്ണം കുറയ്ക്കാനും കഴിയും. കേരളത്തിൽ നിന്ന് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് മാറിപ്പോയ സമുദ്രാധിഷ്ഠിത വ്യവസായങ്ങളെയും കയറ്റുമതി പ്രവർത്തനങ്ങളെയും തിരിച്ചെത്തിക്കാനുള്ള അവസരവും ഈ പദ്ധതികൾ സൃഷ്ടിക്കുന്നു. പ്രത്യേകിച്ച് സീ ഫുഡ് സംസ്കരണം, സമുദ്ര ഭക്ഷ്യ കയറ്റുമതി, കോൾഡ് ചെയിൻ ലോജിസ്റ്റിക്സ്, മത്സ്യ സംസ്കരണ വ്യവസായം തുടങ്ങിയ മേഖല
മേഖലകൾക്ക് പുതിയ ഉണർവ് ലഭിക്കും. അരൂരിൽ സ്ഥാപിക്കുന്ന സീ ഫുഡ് പ്രോസസിംഗ് ഹബ്ബ് ഇതിന്റെ ആദ്യഘട്ട ഉദാഹരണമായാണ് വിലയിരുത്തപ്പെടുന്നത്. കൊച്ചിയിൽ വികസിപ്പിക്കുന്ന പുതിയ ക്രൂയിസ് ടെർമിനലും തുറമുഖ വികസനത്തിനും സംസ്ഥാനത്തിന്റെ വിനോദസഞ്ചാര മേഖലയ്ക്കും വലിയ നേട്ടമാകും. കൂടുതൽ അന്താരാഷ്ട്ര ക്രൂയിസ് കപ്പലുകൾ കേരളത്തിലെത്തുന്നതിനും വിദേശ വിനോദസഞ്ചാരികളുടെ എണ്ണം വർദ്ധിക്കുന്നതിനും ഇത് സഹായിക്കും. ഇതോടൊപ്പം ഹോട്ടൽ വ്യവസായം, റീറ്റെയിൽ, ഗതാഗതം, വിനോദസഞ്ചാര സേവനങ്ങൾ, വിമാന പരിപാലനം, പൈലറ്റ് പരിശീലനം, സമുദ്ര പരിശീലന സ്ഥാപനങ്ങൾ തുടങ്ങിയ അനുബന്ധ മേഖലകളിലേക്കും പുതിയ നിക്ഷേപങ്ങൾ എത്താൻ സാധ്യതയുണ്ട്. അദാനി, ടാറ്റ തുടങ്ങിയ ആഗോള സ്വാധീനമുള്ള വ്യവസായ ഗ്രൂപ്പുകളുടെ നിക്ഷേപം സാമ്പത്തിക നേട്ടം മാത്രമല്ല, കേരളത്തിന്റെ നിക്ഷേപ സൗഹൃദ പ്രതിച്ഛായയും ശക്തിപ്പെടുത്തും. ഇതുവഴി കൂടുതൽ ദേശീയ അന്താരാഷ്ട്ര കമ്പനികൾ സംസ്ഥാനത്തെ നിക്ഷേപ കേന്ദ്രമായി പരിഗണിക്കാൻ സാധ്യത വർദ്ധിക്കും. സർക്കാർ വരുമാനം ഉയരുകയും കയറ്റുമതി വർദ്ധിക്കുകയും വ്യവസായവൽക്കരണം ശക്തിപ്പെടുകയും അടിസ്ഥാന സൗകര്യ വികസനം വേഗത്തിലാവുകയും ചെയ്യും. സമുദ്ര സമ്പത്തിനെ സാമ്പത്തിക വളർച്ചയുടെ പ്രധാന അടിത്തറയാക്കി മാറ്റാനുള്ള കേരളത്തിന്റെ ദീർഘകാല ലക്ഷ്യത്തിലേക്കുള്ള നിർണായക ചുവടുവയ്പായാണ് ഈ നിക്ഷേപങ്ങളെ സാമ്പത്തിക വിദഗ്ധർ വിലയിരുത്തുന്നത്. വിഴിഞ്ഞം തുറമുഖത്തിന്റെ വളർച്ചയും ടാറ്റയുടെ കപ്പൽ നിർമ്മാണ പദ്ധതിയും സർക്കാരിന്റെ ബ്ലൂ ഇക്കോണമി നയവും ഒരുമിച്ച് മുന്നേറുകയാണെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സമുദ്ര വ്യവസായ കേന്ദ്രങ്ങളിലൊന്നായി കേരളം ഉയരാനുള്ള സാധ്യത ഏറെ ശക്തമാണെന്നാണ് വിലയിരുത്തൽ. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.